Jesus Voice Worship and Prayer TV Viewers Meeting, Coimbatore, February 20th, 2019. Time 10 a.m. to 3 p.m. Reverend Anil George Ministry. Venue TELC Church, near Town Hall, opposite to Manikund. For more information, contact the below numbers 944-735-9132, 99-611-59659. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവവചനത്താൽ നാം അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി എന്ന വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഇത് ശുദ്ധീകരിക്കുന്ന വചനമാണ്, അനുഗ്രഹിക്കുന്ന വചനമാണ്, ഒരു വ്യക്തിയുടെ സ്ഥിതി മാറ്റുന്ന വചനമാണ്. ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമുണ്ട്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കും. കണ്ണുകളെ അടയ്ക്കുക. ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ ഈ സ്പോൺസർ ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണം. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങണം. ഇന്നുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ദൈവപ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമം ചൊല്ലി അവരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന മക്കളെ സഹായിക്കണം. കർത്താവ്, ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചം വ്യാപരിക്കണം. അവരെ ഇരുട്ടുകൾ മാറണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാം. ഗോഡ് ബ്ലെസ് യു. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ ഉണ്ടായ രണ്ട് സംഭവങ്ങളെയാണ് ഇന്ന് കോർത്തിണക്കി നാം ധ്യാനിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ രണ്ടു കള്ളന്മാരുടെ നടുവിൽ 33 തിരുവയസ്സിൽ 3 ആണികളിൽ കടന്നുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ മുഴു പാപത്തിനും ക്രൂശിൽ പരിഹാരം ഉണ്ടാക്കി തരിക. ആടുകളുടെയും പശുക്കിടാങ്ങളുടെയും രക്തങ്ങൾക്ക് ജഡീക ശുദ്ധി വരുത്താൻ കഴിയാതിരിക്കുമ്പോൾ കുഞ്ഞെ, നിന്റെ ലൈഫിൽ ഏത് പാപവും കഴുകാൻ കഴിയുന്ന ഒരു രക്തമേ ഉള്ളൂ. അത് യേശുവിന്റെ രക്തമത്രേ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. അവിടെ ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ പറയുന്നൊരു പദമാണ് എഴുതിയിരിക്കുന്നത്. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയാമെന്ന് പറഞ്ഞവനെ, നീ ക്രിസ്തുവാണെങ്കിൽ വേഗം ഇറങ്ങി വാ. എന്താ? ജനനം തൊട്ട് മരണം വരെ ഉത്തരം കിട്ടാത്ത ചോദ്യം, ക്രിസ്തു ആരാ? ഇപ്പൊ യേശുവിനെ ക്രൂശിച്ചു. ഞാൻ ആ ക്രൂശിക്കപ്പെട്ട സംഭവങ്ങളൊന്നും പറയുന്നില്ല. അവിടെ പീലാത്തോസ് ഒരു മേലെഴുത്ത് എഴുതി വെച്ചു. യേശു യഹൂദന്മാരുടെ രാജാവ്. സ്തോത്രം എഴുതി വെച്ചു. അപ്പൊ അവര് എന്ന് പറഞ്ഞു, രാജാവേ അങ്ങനല്ല, പീലാത്തോസേ അങ്ങനല്ല, യഹൂദന്മാരുടെ രാജാവെന്ന് ഇവൻ പറയുന്നെന്ന് എഴുതണമെന്ന് പറഞ്ഞു. പീലാത്തോസ് പറഞ്ഞു, എഴുതിയത് എഴുതി. ആമേൻ, ആമേൻ, ആമേൻ. പീലാത്തോസിന് പോലും ദൈവത്തിന് വിരോധമായി എഴുതാൻ പറ്റിയില്ല. രാജാക്കന്മാരുടെ ഉള്ളം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു. ഇഷ്ടമുള്ളിടത്തേക്ക് അവൻ അതിനെ തിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് പറയാം, ആരൊക്കെ കേരളം ഭരിച്ചാലും, ആരൊക്കെ ഇന്ത്യ ഭരിച്ചാലും, ഈ ലോകം ആര് ഭരിച്ചാലും അതിന്റെ മീതെ മറ്റൊരു ഭരണകൂടം ഉണ്ട്. വിശ്വാസം ഉണ്ടല്ലേ? സ്തോത്രം ചെയ്യാവൂ. ഹല്ലേലൂയ.
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു വെള്ളപ്പൊക്കം വന്നു, ആർക്ക് എന്നാ ചെയ്യാൻ പറ്റി? നിങ്ങൾ ഇവിടെ കാണുന്ന കാര്യമൊന്നും അല്ല അവിടെ നടന്നേ. അറിയോ? സ്തോത്രം. 2 ബെൻസുകാർ പോർച്ച് കിടക്കുക. 1-ാമത്തെ നില വെള്ളം വന്നപ്പോൾ അച്ചായൻ 2-ാമത്തെ നില കയറി. 2-ാമത്തെ നില വെള്ളം വന്നപ്പോൾ അച്ഛൻ 3-ാമത്തെ നില കയറി. 3-ാമത്തെ നില കയറി തുണി വിരിക്കാൻ ഇങ്ങനെ കെട്ടിയിരുന്ന സ്തോത്രം അയെ പിടിച്ചോണ്ടിരിക്കുക. അത് മുട്ടുന്ന ഈ വെള്ളത്തിലാ. അപ്പോഴാ ഞങ്ങൾ കുറച്ച് പേര് വള്ളം തുഴഞ്ഞു പോന്നെ. അപ്പൊ ഞങ്ങളുടെ വള്ളം ദൂരെന്ന് കണ്ടപ്പോൾ ചോദിച്ചു, വെള്ളം ഉണ്ടോ? മിനിഞ്ഞാന്ന് വരെ ചിക്കൻ കാല് തട്ടിക്കളിച്ച അച്ചായന 6 ദിവസമായി വെള്ളം കിട്ടിയിട്ട്. കാര്യം ഒരു വള്ളം ഇതുവരെ അവിടെ ചെന്നില്ല. വള്ളത്തിൽ ഇരുന്ന് ആദ്യം അപ്പ വിടുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രൈസിലോട് പറഞ്ഞു ഉണ്ടെന്നില്ല. ഞാനൊരു മർമ്മം നിന്നോട് പറയാം, ഒരു വെള്ളത്തിൽ തീരും നിന്റെ കോടികൾ, ഒരു കുലുക്കത്തിൽ തീരും നിന്റെ സമ്പത്ത്. എന്നാ വിലമതിക്കാൻ കഴിയാത്ത ഒന്നിനെ കുറിച്ചാണ് ഞങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവന്റെ പേരാ ക്രിസ്തു. വിശ്വാസം ഉണ്ടല്ലേ? സ്തോത്രം ചെയ്യാവൂ. കുഞ്ഞെ, ഞാൻ ഈ പ്രസംഗിക്കുന്ന യേശുവിനെ വില കൊടുത്ത് വാങ്ങിക്കാൻ ഇവിടെ ഒരു മുതലാളി ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ റേഞ്ചിന് അപ്പുറത്താ ദൈവം, നിന്റെ ചിന്തയ്ക്ക് അപ്പുറത്താ ദൈവം, നീ കണ്ടതിനപ്പുറത്താ ദൈവം. അവൻ മാത്രം ഇന്ന് രാത്രി ഏക സത്യ ദൈവം. ആമേൻ. അപ്പൊ എഴുതി എനിക്ക് അവിടെ ഒന്ന് നിൽക്കാനാണ് ആഗ്രഹം. സ്തോത്രം. ഇനി ഇച്ചിരി ആത്മിക ദൂതിലൂടെ പോകാം. സുവിശേഷ യോഗമാണെങ്കിലും നമുക്ക് ഒന്ന് ചൈതന്യപ്പെടണം. എഴുതിയത് എഴുതി. ഹല്ലേലൂയ. വേദപുസ്തകം പഠിച്ചാൽ മനുഷ്യനെതിരെ വിധി എഴുതാറുണ്ട്, പിശാച് മനുഷ്യനെതിരെ വിധി എഴുതാറുണ്ട്, ദൈവം മനുഷ്യന്റെ മേൽ എഴുതാറുണ്ട്. ആമേൻ. മനുഷ്യൻ എന്തെഴുതിയാലും നീ പ്രാർത്ഥിക്കുന്നവനാണോ അതിനകത്തു നിന്നൊക്കെ നീ വെളി വരും. പിശാച് നിന്റെ ജീവിതത്തിൽ എന്തെഴുതിയാലും പേടിക്കണ്ട, അതിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തെടുക്കും. ആരൊക്കെ നിനക്ക് വിരോധമായി എഴുന്നേറ്റാലും ദൈവം നിന്റെ മേൽ എഴുതിയത് തന്നെ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഞാൻ വിചാരിച്ച പോലെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. നിന്നെ നിന്ദിക്കുന്ന ജനതയുടെ നടുവിൽ ദൈവം വിചാരിച്ച പോലെ തന്നെ നിന്റെ കുടുംബത്തിൽ ദൈവം നടത്തിത്തരും. ഹല്ലേലൂയ. വേദപുസ്തകത്തിലെ ഒരു തിരുവെഴുത്ത് ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. പ്രിയരെ, ഇന്നത്തെ സാഹചര്യം കണ്ട് മനസ്സാടരുത്. നിന്നെക്കുറിച്ച് ഒരുവൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമാകുന്നതിന് മുമ്പ് നിന്റെ ഭാവി ഒരുത്തൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ നിനക്ക് ഒതുക്കാൻ ശ്രമിച്ചാലും ഒതുങ്ങത്തില്ല. അവൻ എഴുതിയ പോലെ തന്നെ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. വിശ്വാസം ഉണ്ടല്ലേ? സ്തോത്രം ചെയ്യാവൂ. വിശ്വാസം ഉണ്ടല്ലേ? സ്തോത്രം ചെയ്യാവൂ. ഇന്ന് പെയ്തിറങ്ങുന്ന ദൈവ സാന്നിധ്യം മനുഷ്യൻ എഴുതിയ വിധികളെ തുടച്ചു മാറ്റി, പിശാച് എഴുതിയ വിധികളെ തുടച്ചു മാറ്റി, ദൈവം വിചാരിച്ചത് മാത്രം നിന്റെ കുടുംബത്തിൽ നടത്തിത്തരാൻ കഴിവുള്ളൊരു മഹാദൈവം ഇന്നിവിടെ ഉണ്ട്. ബൈബിള് പറയുക, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് പോഷത്വമാ, പക്ഷെ രക്ഷിക്കപ്പെട്ട നമുക്കത് ദൈവശക്തിയാ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ആരാധന വെളിപ്പെടുന്ന രഹസ്യം അറിയാമോ? രക്ഷിക്കപ്പെട്ടവന് വചനം ദൈവശക്തിയാ. ശ്രദ്ധിച്ചു കേൾക്കാം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ആദ്യത്തെ വാക്യം. ശ്രദ്ധിച്ചു കേൾക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ തിരുവെഴുത്താണ് ആദ്യത്തെ വാക്യം. വായിച്ചു കേൾക്കാം. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു
അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. 7ാമത്തെ വാക്യം കൂടെ വായിക്കണം. രാജാവ് ദീർഘായുസിരിക്കട്ടെ. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോട് അല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവന്റെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നൊരു രാജൻ. മതി ശ്രദ്ധിക്കണം. ഇച്ചിരി ആദ്യമായി കേൾക്കുന്നത് ഗ്രഹിക്കാൻ ഇച്ചിരി പ്രയാസമുള്ളൊരു ഭാഗമാ. ദൈവമക്കൾക്ക് ഇത് നന്നായി അറിയാവുന്ന ഒരു കാര്യമോ. ഒരു രാജാവിനെ കുറെ ആൾക്കാർ ഉയർത്തി, എന്നിട്ട് പറഞ്ഞു 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ ആരും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ ഒരുവനെങ്കിലും ഈ രാജ്യത്ത് പ്രാർത്ഥിച്ചാൽ അവനെ സിംഹത്തിന് ഉപവാസം ഇരുത്തിക്കോണം. അവനെ അങ്ങോട്ടിട്ട് കൊടുക്കും. 5 മിനിറ്റ് കൊണ്ട് അവൻ്റെ പേര് ഭൂതലത്തിൽ നിന്ന് തുടച്ച് കളയും. അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്ര വെച്ചു. ആമേൻ. എന്നാൽ തീരുമാനമുള്ള ഒരുവൻ ആ രാജ്യത്തുണ്ട്. പ്രാർത്ഥന അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അവരവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവൻ തീരുമാനിച്ചൊരു രാജ്യം ഇളകിയാലും പ്രാർത്ഥന മാറുകയില്ല. ആമേൻ. ഞാനൊരു മർമ്മം നിന്നോട് പറയാം. ഹല്ലേലൂയ. യോശുവ പറഞ്ഞു, നിന്റെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിന്റെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ കാര്യം എനിക്കറിയാം. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ദാനിയേൽ എന്ന മനുഷ്യൻ മുമ്പേ ചെയ്തു വന്ന പോലെ എവിടെയും ഒരു കാറ്റടിച്ചാൽ പ്രയർ സ്റ്റോപ്പ് ചെയ്യരുത്. ഈ പ്രാർത്ഥനയെ നിർത്തുവാൻ കൊല്ലങ്ങളായി പല കാറ്റും വീശിയിട്ടുണ്ട്. പക്ഷെ കാറ്റ് ഒതുങ്ങിയതല്ലാതെ പ്രയർ ഒതുങ്ങിയിട്ടില്ല. ആമേൻ. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ തീർത്ത് പറയാൻ ഇവന്റെ പിമ്പിൽ ആരാ? ഞങ്ങൾക്ക് പിമ്പിൽ ആരുമില്ല. 2 അക്ഷരം, യേശു ക്രിസ്തു എന്ന ദൈവം. ആമേൻ. അപ്പൊ എവിടെയും ഒരു കാറ്റ് വീശിയാൽ പ്രയർ നിർത്തരുത്. അവൻ അങ്ങോട്ട് ചെന്ന് അവനറിയാം ഒരു രാജ്യം, ആ രാജ്യത്ത് 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ദേവനോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കാൻ പാടില്ല. അതാ രാജ്യത്തിന്റെ രാജാവിന്റെ നിയമം. ഹല്ലേലൂയ. ഇവിടെ വല്ല കേസുകൊണ്ട് കോടതി വാദിച്ച് ജയിക്കാം. രാജനിയമത്തിന് തിരുവായിക്ക് എതിർവായില്ല. അതാ രാജനിയമം. പക്ഷേ എന്നാ ആരും കാണാതെ ബെഡ്റൂമിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാമെന്നല്ല. അവൻ ചെന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കിളിവാതിൽ യെരൂശലേമിന് വരെ തുറന്നിട്ട് ഒറ്റ പ്രാർത്ഥന. ഞാനൊരു സത്യം തുടങ്ങത്തിലേ പറയാം. ഒരു കാലത്തും നിന്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ വലിയ ശുശ്രൂഷകരായില്ലേലും കുഴപ്പമില്ല, ദൈവത്തെ അവിശ്വസിക്കരുത്. നീ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടെന്ന് കരുതി നിന്നെ തള്ളിക്കളയുന്നവനല്ല. ധൈര്യമായി വിശ്വസിച്ചോ, അവൻ നിന്നെ ആ പ്രതിസന്ധി രക്ഷിക്കുക തന്നെ ചെയ്യും. വിവരം രാജാവിൻ്റെ അടുക്കലെത്തി. രാജാവിന് ദാനിയേലിനെ സത്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. രാജാവ് പറഞ്ഞു, രാജനിയമം മാറ്റാൻ പറ്റുകയില്ല, രാജാവിന് മാറ്റാൻ പറ്റുകയില്ല. രാജനിയമ കാര്യം രാജമോതിരം കൊണ്ട് മുദ്ര വെച്ചു, മാറ്റാൻ പറ്റുകയില്ല.
ആരും മാറ്റണ്ട. ഇതിന്റെ മേളിലൊരു അധികാരം ഉണ്ടെന്നാ പറയാൻ പോകുന്നു. നിന്നെ കുടുക്കിലാക്കാൻ ആരൊക്കെ ചേർന്ന് കെണി വെച്ചാലും മനുഷ്യ പരിമിതികൾക്ക് മേളിൽ മറ്റൊരു കൈയുണ്ടെന്ന് പറയാനായി പ്രസംഗം. സിംഹം എല്ലാം കുറെ ദിവസമായിട്ട് ഫാസ്റ്റിംഗാ. രാജാവ് ആഹാരം കൊടുക്കുന്നില്ല. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു 100 പേരിലൂടെ കാണുമെന്നാണ് വിചാരിച്ച ഒരാളെ ഉള്ളായിരുന്നു. അപ്പം ഞാൻ തുടക്കത്തിൽ പറയാം, കാണുമെന്ന് പറയുന്ന പലരും വെറുതെയാ, വെറും പടവാ. കയ്യടിയും ഗ്ലോറിയൊക്കെ ഉണ്ട്, പക്ഷേ വിഷയം വരുമ്പോൾ ആള് കാണുക ഉണ്ടെന്നില്ല. ഞാൻ ജീവിക്കുന്ന കർത്താവിനെ ചാകുന്നിടം വരെ നിൽക്കും. എങ്ങാണ്ടൂടെ ഒരു ബഹളം വന്നേ ഉള്ളൂ, ആ ഏരിയയിൽ ആളില്ല. അമ്മ വീട്ടിൽ പോയേക്കോ, പിടി കിട്ടിയോ? രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം സിംഹത്തിന്റെ വായിൽ നിന്നും നിന്നെ രക്ഷിക്കും. രാജാവ് പറയാ, ഞാൻ പ്രാർത്ഥിക്കാം. ആര്? എടാ, നീ നിന്നാ മതി, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ചിലരെ എഴുന്നേൽപ്പിക്കും. ഗുഹയിലിട്ടേക്കാൻ പറഞ്ഞു, ഇട്ടു. രാജാവ് അന്ന് രാത്രി ഉപവസിച്ചു. വെപ്പാട്ടിയെ മുറി കൊണ്ടൊന്നില്ല, വീഞ്ഞു കുടിച്ചില്ല, രാത്രി ഉറങ്ങിയില്ല, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാൻ കയറിയവൻ ഗുഹയ്ക്കകത്ത് ഭയങ്കര ഉറക്ക. രേഖ എഴുതിയവൻ ഉറക്കം നഷ്ടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നടക്കുക. നീ സേവിക്കുന്നവന്റെ വില അറിഞ്ഞ ഇന്ന് സ്വോത്രം പറയാവൂ. ഒരു വിധത്തിൽ കൂടെ രാജാവ് നേരം വെളുപ്പിച്ചു. അതിരാവിലെ രാജാവ് വന്നിട്ട് പറയാ, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കണം. സ്തോത്രം. 20-ാമത്തെ വാക്യമാ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ, അവിടെ മുതൽ വെച്ച പകുതി വാക്യം, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. രാജാവ് വിളിക്കുക, ഒരു രാജ്യത്തിന്റെ രാജാവ് വിളിക്കുക. പഠനെ വിട്ടില്ല, രാജാവ് എഴുന്നള്ളുക. അതിന്റെ കാരണം എന്താ? രാജാവിനും അറിയാം എന്റെ രാജ്യത്തെ സിംഹങ്ങൾ മുറ്റ, പക്ഷെ എന്റെ സ്നേഹിതൻ ദാനിയേലിന്റെ ദൈവം അതിനേക്കാൾ വലിയവരാ. ജീസസ്. അവിടെ ചെന്നിട്ട് വിളിക്കുന്ന വിളി കേട്ടോണം. വായിച്ച ബ്രദറെ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. നീ ഇടവിടാതെ സേവിക്കുന്ന നിന്റെ ദൈവം സിംഹത്തിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? അടുത്ത കേട്ടോ. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന്. മതി, ഇനി ഞാൻ ബാക്കി പറയുന്നില്ല. ഇത് കേട്ടപ്പോ തന്നെ രാജാവിന് ആശ്ചര്യം. ഇന്നലെ സിംഹത്തിന് എന്നാ പറ്റി? സിംഹത്തിന് വർത്താനം പറയാൻ പറ്റുമായിരുന്നേ. രാജാവിനോട് പറഞ്ഞേനെ, രാജാവേ, അങ്ങ് രാജാവാ, ഈ മാതിരി ഐറ്റത്തെ താഴോട്ട് വിട്ടേക്കല്ലേ. അതെന്നാടാവേ? ഇവൻ ഇങ്ങോട്ട് വന്നതും അറിയാം, വായും തുറക്കാൻ വയ്യ, കാലുവനക്കാൻ വയ്യ, കൈവനക്കാൻ വയ്യ. 6 എണ്ണത്തെ പിടിച്ചിട്ടേച്ച് അതിനെ മണ്ടയിലോട്ട് പോയി കിടന്ന് അങ്ങേരെ ഒരു ഉറക്കം. രാജാവ് വിളിച്ചപ്പോഴാ ഓണന്ന്. എന്നാ? മനുഷ്യൻ എഴുതിയാൽ എഴുത്തവിടെ കിടക്കും. നിന്നെ വിടുവിക്കുന്ന വഴി വേറെയാ. മുട്ടിനൊരു ഓപ്പറേഷൻ വേണം, അങ്ങനെ പറഞ്ഞേക്കുന്നേ. നിന്റെ ശരീരത്തിലെ അവയവത്തെ മാറ്റിവെച്ച് വേറെ അവയവം വെക്കാനാ നോക്കുന്നേ. പക്ഷെ ഇന്ന് ഒരു ഓപ്പറേഷനും ഇല്ലാതെ വന്നോ 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 ഞൊണ്ടി ഞൊണ്ടി വന്നോ. എത്ര നാളായി മോളെ തുടങ്ങിയിട്ട്? 1 വർഷം കഴിഞ്ഞു. ജീസസ്. ഉരുണ്ട് വീണതാ. ഉരുണ്ട് വീണിട്ട് പൊട്ടിപ്പോയി മുട്ട്.
അപ്പോൾ കമ്പിയിട്ട് മുറുക്കിയിരിക്കുക. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് കമ്പി എടുക്കാൻ. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം കർത്താവ് നിന്നെ ഒന്ന് തൊടുക. നിനക്ക് ഇവിടം തൊട്ട് വേദനയാണ്, ഉപ്പൂറ്റി വരെ അല്ലേ? കമ്പി ഇട്ടത് മുട്ടയിലല്ലയോ? ജീസസ് നിന്നെ തളർത്തി കളയാൻ ഉള്ള ദുഷ്ടന്റെ ചെയ്തികളാ ഇന്ന് എൻ്റെ ദൈവം പൊട്ടിക്കുന്നേ. ഇവിടെ കാലെ കൂടെ ദൈവത്തിന്റെ സ്പർശനം നടക്കുന്നു. കമ്പി ഇറങ്ങി വന്നിട്ട് നടക്കാൻ പോലും വയ്യാതെ ഞാൻ ഇവിടെ വരെ വന്നത്. കമ്പി ഇറങ്ങി വന്ന് ദശയെ മുട്ടിയിട്ട് എനിക്ക് നടക്കത്തില്ല. കമ്പി ഇറങ്ങി വന്ന് ദശയെ മുട്ടി നിൽക്കുക. ഞാൻ നോക്കേ, കമ്പിയും ദശയും ഒക്കെ കർത്താവ് ഇപ്പം നോക്കൂ. യേശു നിന്നെ സൗഖ്യമാക്കട്ടെ. കർത്താവേ, ഇവിടെ കാൽമുട്ട് സൗഖ്യമാകട്ടെ. വേദനയില്ലാതെ ഇവിടെ നടക്കട്ടെ. ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ജീസസ് ജീസസ് ഹീൽ. ഇനി ആന്റിയെ വയ്യാതെ ഒത്തി ഇല്ലേ വന്നേ. ഇത് നോക്ക, കമ്പി മാറ്റാതെ എങ്ങനെയാ പറ്റുന്നേ? പഞ്ചായത്തിൽ ഇടേണ്ട കമ്പിയെല്ലാം കൂടെ ആന്റിയുടെ കാലേ വാരി ഇട്ടാൽ കമ്പി മാറ്റാതെ എങ്ങനെ? ഇപ്പോഴേലും ഒന്ന് ചിരിക്കുക. പക്ഷെ കമ്പിയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ആന്റിയുടെ നടപ്പിന്റെ പ്രശ്നം ഇപ്പൊ പരിഹരിക്കപ്പെടും. ജീസസ് ജീസസ് സൗഖ്യമാകട്ടെ. കർത്താവെ വിടുവിക്കണേ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത യേശു ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യനെ. യേശു എല്ലാം ചെയ്യുന്നേ. കർത്താവെ ഇവിടെ കാലയിലൊന്ന് തൊട്ടേക്കണേ. കർത്താവെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശുവേ, 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 നിന്റെ ശക്തി ഇവളിലോട്ട്. എൻ്റെ ആ കാലൊന്ന് കുടഞ്ഞേ ആൻറ്റി. ചൂട് മടക്കിയിട്ട് മടങ്ങും, അതല്ലേ വിഷയം. ഒന്നുകൂടെ ആയി ചിരിച്ചോണ്ട് ചെയ്തേ ആൻറ്റി. ഇനി താത്തിട്ടോ, ഇനിയൊന്ന് നടന്നു. ഒത്തില്ലാതെ നടന്നു. തിരിച്ചു വന്നു. ചുമ്മാ ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കിയോ. എന്തേലും കുഴപ്പമുണ്ടോ ഇപ്പൊ പറയണം. അങ്ങോട്ടൊന്ന് പോയിക്കോ, നടുക്കൂടെ നല്ല വഴി തുറന്നു കിടക്കോ, പോയിച്ചോ. തിരിച്ചു വാ മോളെ. എന്നാ പറയുന്നു? കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്നാ പറ്റി? യേശു സൗഖ്യമാക്കി. സിമ്പിൾ. നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് ചെയ്യുക. ഒരു വ്യക്തിയല്ല ഇത് ചെയ്യുന്നത്, യേശുവാണ് സൗഖ്യദായകൻ. പിശാചി രേഖ എഴുതി നിന്നെ കടത്തുവന്ന്, യേശു രേഖ എഴുതി നിന്നെ നടത്തുവന്ന്. സാത്താൻ എഴുതി ക്യാൻസലായി, ദൈവം എഴുതിയത് നടന്നു. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമല്ലേ? നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശു കൈവെക്കാൻ പോവാം. നിങ്ങളുടെ കടബാധ്യതകൾ കർത്താവ് തൊടാൻ പോവാം. നിങ്ങളുടെ പരാജയത്തെ യേശു തൊടാൻ പോവാം. കണ്ണുകളെ അടച്ചാൽ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച്, ലവ് യു ഫാദർ, യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശാപത്താൽ ബന്ധിക്കപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്നവരെ ദൈവം കുരുക്കുകൾ അഴിച്ചു സ്വതന്ത്രമാക്കണം. ഇന്ന് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ കൈ അവരുടെ രോഗമുള്ള ഭാഗത്ത് തൊട്ട് ആ ബന്ധനത്തെ എന്നേക്കുമായി നീക്കിക്കളയണം. നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്കിപ്പോൾ ഒരു പ്രയർ ആവശ്യമാണോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ ഒരു ഭാഗം ഈ ജീസസ് വോയിസിൻ്റെ TV മിനിസ്ട്രിക്ക് വേണ്ടി കൊടുത്ത് സഹായിക്കാം. താഴെ കാണുന്ന നമ്പറിൽ അഡ്രസ്സുകളിൽ വിളിക്കുക, ലെറ്റർ അയയ്ക്കുക, നിങ്ങളുടെ ഓഫറിങ്ങുകൾ എത്തിച്ചു തരിക. നമുക്കൊന്നിച്ച് കൈകോർക്കാം. നമ്മളിലൂടെ ലോകം മുഴുവൻ കർത്താവിൻ്റെ വേല പരക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ട്? നിങ്ങളുടെ കുടുംബത്തിലുമായിട്ടൊരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒന്നിച്ച് കാണാം, ഒന്നിച്ച് കൈകോർക്കാം.
ഒന്നിച്ചു നിൽക്കാം, കർത്താവിനെ ഉയർത്താം, ഒന്നിച്ച് കർത്താവിന്റെ രാജ്യം കൈവശമാക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ. Jesus Voice Worship and Prayer TV Viewers Meeting, Coimbatore, February 28, 2019. Time 10 a.m. to 3 p.m. Reverend Anil George Ministry. Venue TELC Church, near Town Hall, opposite to Manikund. For more information, contact the below numbers: 944-735-9132, 99-611-59659.